Balan sir, do you have any similar case example to quote, sir? Already failed such kind of experiences, already in Kerala or some other places? അനിൽ സാർ പറഞ്ഞ ഒരു കേസില്ല, നമ്മൾ ഈ സ്ട്രക്ചറൽ ഓഡിറ്റിംഗ് കേരളത്തിൽ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കുറച്ച് നടക്കുന്നുണ്ടെന്ന് സാർ പറയുന്നു, പക്ഷെ എൻ്റെ അറിവിൽ അത് വളരെ വളരെ ഇതാണ്, ലോ പ്രൊഫൈലിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. സ്ട്രക്ചറൽ ഓഡിറ്റിംഗ് മസ്റ്റ് ആണ്. അത് ഗവൺമെൻറ് തലത്തിൽ ഏതെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് എടുക്കണം. കാര്യം ഇത്തരം കൺസ്ട്രക്ഷൻസ് വരുമ്പോൾ ഈ പറഞ്ഞ ക്വാളിറ്റി കൺട്രോളും കാര്യങ്ങളും എല്ലാം നോക്കേണ്ടതുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ചെയ്യേണ്ടതുണ്ട്. അനിൽകുമാർ സർ പറഞ്ഞതുപോലെ തന്നെ ഒരു സിമിലർ കേസ് ഓഫ് ഫെയിലൂർ ഐ ഹാഡ് ഓൾറെഡി എൻകൗണ്ടേർഡ് ഇൻ ചേർപ്പ്, തൃശൂർ. അത് ഈ പറയപ്പെട്ട കൂരിയാട് വരും, ഞാൻ നേരത്തെ പറഞ്ഞ കോൾ പാടശേഖരത്തിൻ്റെ ബെൽറ്റിൽ വരുന്ന ഒരു സ്ഥലമാണ് ചേർപ്പ് പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, തൃശ്ശൂർ. 96 ഈ സിമിലർ ഒരു ഫെയിലൂർ ഉണ്ടായിട്ടുണ്ട്. അത് 4 മീറ്റർ ഹൈറ്റേ ഉള്ള എംബാങ്ക്മെൻറ്റ്, ഏതാണ്ട് 6 മീറ്റർ സോഫ്റ്റ് ക്ലേ ആണ്. അപ്പോൾ ഇത് ഫൈനലായി എക്സിക്യൂഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ അന്ന് പറഞ്ഞിരുന്നു ദർ ഇസ് എ പോസിബിലിറ്റി, ഫെയിലൂറിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ബെസാൽ റീഇൻഫോഴ്സ്മെന്റ് യൂസിങ് എ ക്വയർ ജിയോടെക്സ്റ്റൈലാണ് ഞാൻ അന്ന് സജസ്റ്റ് ചെയ്തത്. അപ്പം അന്ന് അതൊന്നും അവർ അക്സെപ്റ്റ് ചെയ്തില്ല. ബിക്കോസ് അന്ന് കേരളത്തിൽ ഈ ജിയോ സിന്തറ്റിക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ്സ് ഒന്നും വന്നിട്ടില്ലാത്ത ഒരു കാലഘട്ടമാണ്, പ്രത്യേകിച്ച് കയറൊക്കെ പോലുള്ള മെറ്റീരിയൽ. ഞാൻ അന്ന് എൻ്റെ PhD കഴിഞ്ഞ് വന്നതാണ്. എൻ്റെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ഞാൻ ഒരു ബെസാൽ റീഇൻഫോഴ്സ്മെന്റ് ആണ് അവിടെ റെക്കമെൻഡ് ചെയ്തത്. നടന്നില്ല, അത് ഫെയിൽ ചെയ്തു. അതിൻ്റെ ഫെയിലൂർ പാറ്റേൺ ഇസ് എക്സാക്ട്ലി സിമിലർ ടു വാട്ട് ഹാപ്പൻഡ് ഇൻ കൂരിയാട്. റോഡിൻ്റെ കൃത്യം മധ്യഭാഗത്ത് നിന്ന് നേരെ 2 മീറ്ററോളം, ആകെ 4 മീറ്ററേ ഉള്ളൂ ഹൈറ്റ് ഓഫ് എംബാങ്ക്മെൻറ്റ്, അതിൽ 2 മീറ്റർ നേരെ വെർട്ടിക്കലായിട്ട് താഴ്ന്നിട്ട് അടുത്ത പാടശേഖരത്തിൽ ഈ ക്ലേ പൊങ്ങുക ചെയ്യുന്നത്. ഇറ്റ്സ് സിമിലർ ടു കൂരിയാട് ഫെയിലൂർ. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് നമുക്ക് സംഭവിക്കുന്നത്. ഒരു റീസൺ, നമ്മുടെ ഈ ഡ്രെയിനേജിനെ കുറിച്ച് പറയുന്നെങ്കിലും ആദ്യകാലത്ത് ഡ്രെയിനേജ് ഒരു റീസൺ ആയിരുന്നെങ്കിലും ഇന്ന് ഒരുപാട് ടെക്നിക്സ് ഉണ്ട് ഡ്രെയിനേജ് പ്രോപ്പറായിട്ട് ചെയ്യാൻ. അത് ചെയ്തിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം വെച്ചാൽ ആദ്യകാലത്ത് നമ്മൾ അഗ്രഗേറ്റ് ആണ് ഉപയോഗിച്ചത്. ഇന്ന് അതൊന്നും വേണ്ട, സിന്തറ്റിക് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ട്, ഡ്രെയിനേജ് കോമ്പോസിറ്റ്സ് ഉണ്ട്. ആ ഡ്രെയിനേജ് കോമ്പോസിറ്റ്സ് താഴെ കൊണ്ടുവന്ന് പെർഫറേറ്റഡ് പൈപ്പിനകത്ത് ജിയോ ടെക്സ്റ്റൈൽസ് റാപ്പ് അറൗണ്ട് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഡ്രെയിനേജ് കാര്യമായി അഫക്റ്റ് ചെയ്തിരിക്കാൻ ഉണ്ടെങ്കിൽ തന്നെ വളരെ ലോ പെർസെൻറ്റേജ് ആണ്. ബേസിക് റീസണസ് സോയിലിൻ്റെ കപ്പാസിറ്റി ഇല്ലാതെ പോയി, ഒരു സോഫ്റ്റ് പോക്കറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഡിസൈനേഴ്സിന് പറ്റിയില്ല എന്നുള്ളതാണ്. ഒരു കുറച്ച് ഫെയിലൂർ കേസസ് ഞാൻ ഇതെടുത്ത് വെച്ചിട്ടുണ്ട്. യു ക്യാൻ ഈവൻ സീ. ഞാൻ ഈ അടുത്ത കാലത്ത് പിന്നെ കഴിഞ്ഞ 23 തമിഴ്നാട്ടിലൊരു കേസ് ഇതുപോലെ റീറ്റെയിനിങ് വാളിൻ്റെ കേസസ് ഞാൻ കാണാൻ പോയിരുന്നു. കാര്യം അവിടെ ഒരു ചെറിയ ഫെയിലൂറിൻ്റെ തുടക്കമായി. അവിടെ ബ്രിഡ്ജിൻ്റെ അടുത്ത് വരുന്ന സ്ലാബിൽ അബട്ട്മെന്റ് സ്ലാബ് ശരിക്കും ബെൻഡ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പം നമ്മൾ അതിന് റെമഡിയൽ മെഷേഴ്സ് ഒക്കെ കൊടുത്ത് റെക്ടിഫൈ ഒക്കെ ചെയ്യും. ഫെയിലൂർ ഇത്തരം കേസ്, അതുപോലെ തന്നെ സിമിലർ ഫെയിലൂർ വി ഹാഡ് ഇൻ കേരള. ആളുകളുടെ പറച്ചിൽ കേട്ട തോന്നും ഇത് ഏതാണ്ട് ആദ്യമായിട്ട് കേരളത്തിൽ ഒരു റീറ്റെയിനിങ് വാൾ ഫെയിൽ ചെയ്തു, അതും മെക്കാനിക്കലി സ്റ്റെബിലൈസ്ഡ് എർത്ത് വാൾ ഫെയിൽ ചെയ്തു എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അല്ല, ആലപ്പുഴയിൽ ഇതേ ഫെയിലൂർ ഉണ്ടായിട്ടുണ്ട് റെയിൽവേയുടെ ഒരു വർക്കിലാണ്. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. അതും ഇതേപോലെ തന്നെ മെക്കാനിക്കലി സ്റ്റെബിലൈസ്ഡ് എർത്താണ്. അത് ഫെയിൽ ചെയ്ത് ഏതാണ്ട് 90-95% വർക്ക് തീർന്നിരിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ആലപ്പുഴയിൽ അടിയിലത്തെ മണ്ണ് വളരെ സോഫ്റ്റ് ആണ്. അവിടെയും പക്ഷെ ഇതുപോലെ സൈഡിൽ നിന്ന് പൊങ്ങുകയോ കൃത്യം മധ്യഭാഗത്തു നിന്ന് താഴെയോ ഒന്നും ഉണ്ടായില്ല. ആ ഫേസിങ് പാനലും ബാക്കിയുള്ള സാധനവും കൂടെ ചരിഞ്ഞു പോകും. സോ ദർ ഇസ് എൻ എക്സ്പീരിയൻസ്. ഈ എക്സ്പീരിയൻസുകളെ നമ്മൾ മനസ്സിലാക്കി എടുത്തുകൊണ്ട് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ എൻ്റെ അടുത്തൊരു ഡിസൈൻ വരുമ്പോൾ ഞാൻ ഇതെല്ലാം പാരാമീറ്റേഴ്സ് കാണും. നേരത്തെ പറഞ്ഞ പോലെ ഒരു പാനലായിട്ടത് വരുമ്പോൾ ആ പാനലിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. എൻജിനീയേഴ്സ് എന്ന് പറയുന്നത് എനിക്കുള്ള നോളജ് ആയിരിക്കില്ല മറ്റുള്ളവരുടെ നോളജ്. ഞാനൊരു ഏരിയയിലായിരിക്കും എൻ്റെ സ്പെഷ്യലൈസേഷൻ, മറ്റേ ആൾക്ക് വേറൊരു ഏരിയയിലാണ് സ്പെഷ്യലൈസേഷൻ. സോ ഡിസ്കഷൻ ഷുഡ് കം. നെവർ തിങ്ക് ദാറ്റ് ആ ഡിസൈൻ ചെയ്യുന്ന ടീം എല്ലാം സൂപ്പർ പവേഴ്സ് ആണ്. നെവർ എവർ. ഇതിനെ പറയുന്നതാണ് ഫോറൻസിക് സിവിൽ എഞ്ചിനീയറിംഗ്. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിൽ വി വിൽ സേ ഫോറൻസിക് എഞ്ചിനീയറിംഗ്. ഇവിടെ എന്തായിരുന്നു എക്സാക്ട് കാരണങ്ങൾ, ഇത് കണ്ടെത്തണം. ഇപ്പൊ തന്നെ നമ്മുടെ ചാറ്റ് ബോക്സിൽ വരുന്നുണ്ട്, വാട്ട് ഈസ് ദ സൊല്യൂഷൻ? വി കാൻറ്റ് സേ എനി സൊല്യൂഷൻ റൈറ്റ് നൗ. Because you have to study, in depth you have to study what was the reasons, how this has happened.
ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഒരു സൊല്യൂഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അനിൽകുമാർ സാർ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ കോക്കനട്ട് പൈൽ സൈഡ് ആ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് അല്ലെങ്കിൽ ലാറ്ററൽ ത്രസ്റ്റിനെ പ്രിവെന്റ് ചെയ്യാനാണ് കോക്കനട്ട് പൈൽ കൊടുത്തത്. ലാസ്റ്റ് ഡേ ഐ വാസ് ഇൻ കൂരിയാട്, കാലിക്കറ്റ്. അവിടെ ബൈപ്പാസ് റോഡിന്റെ കൺസ്ട്രക്ഷൻ വരുമ്പോൾ കോക്കനട്ട് പൈലാണ് ഞാൻ കൊടുത്തത്. അതിന്റെ SPV ആയിട്ട് അല്ലെങ്കിൽ കൺസൾട്ടന്റ് എന്ന് പറയുന്നത് റൈറ്റ്സ് ആണ്. റൈറ്റ്സ് എൻ്റെ സർ, ക്യാൻ യു ഗിവ് മി എ ലിറ്ററേച്ചർ ഓൺ ഹൗ ദ കോക്കനട്ട് പൈൽസ് ആർ യൂസ്ഡ് ആൻഡ് ഹൗ വി ക്യാൻ ഡിസൈൻ ഇറ്റ്. See, the same coconut pile I have used in Alleppey Changanasheri Road in the new construction. All the culverts are still standing on coconut pile with a loading platform, and the size of the culverts are very large. Previously, these were very, very small. We have made it enlarged because I was there with the DPR preparation of Alleppey Changanasheri highway, which is 24 kilometers. So each and every nook and corner we have went through and identified and then designed. When the height of embankment is more than 60 centimeters or 60 to 90 centimeter, we went for viaduct. So roughly around out of the 23 kilometer, around about 2.4 kilometers on viaduct. See, like this you have to design it. Yes, sir. The entire 24 kilometer I walked, I don't know how many times I walked through to identify each and every nook and corner of the road. So this is the way we have to design. You have to involve, you have to understand, then design it. Then We are it's coming so to- easy. Yeah, we are coming to, thank you, Balan sir, and we are coming to your point, Anil Joseph sir. You have already mentioned the importance of having an expert panel to discuss such things. Today itself, we are listening from eminent engineers like Balan sir and Anil Kumar sir, who had already experienced similar failures here in Kerala itself. This is extremely very important point to be noted, because these much failures already happened. There are experts within our state itself, but even then we are not aware of it. So it is extremely important to have such a platform. And Joseph sir, what is your contribution going to be as representing Institution of Engineers India? Can you do something on this, sir? No, actually, all these are under debate, under discussion. So we have to come up with framing system. So if all of us have so many experience, like recently there were so many similar problems where the judgment of the soil goes wrong. The Kottayam, the entire thing, the Kottayam bridge, the Kottayam Changanasheri road had a lot of failure. So similar thing, the soil went 30 meters, 40 meters away. So again, we have to do that. So these are all experience from where we learn, or different embankments for the bridge. This generally happens. So we have to learn from failure and correct it, especially when the road is running parallelly. There is a much threat of life for the people who are traveling in the side road. So we have to be, which is have a 10 to 15 meter. So if you travel, there is so much of, So the point here is that people are asking about what can be the solution. What can be the solution? So if the soils are bad, if we can go for ground improvement. If it is not working, viaduct will be a preferable option, especially when the stresses are very high, which already Sridharan sir has pointed out. Based on that, so it is a quite similar thing. There are solutions for that, and this drainage problems also, like Shinoj pointed out in the beginning, has to be addressed. So we have to work out the solution and learn from this failure and move forward. All of us have a lot of experience handling this, and I always believe that there should be a panel rather than individual team looking into it, and responsibility has to be on the designer and this thing, not only on the project director or the site engineer who is in the last phase. It has to be a detailed analysis to work out the root cause of the failure and learn from that, and publish this thing also. So if you look in, I have 7 to 8 publications on this soil going for a walk. So including in Sydney or in different parts of the world, or in the Indian Geotechnical Society conferences. So we have to understand from that similar failures are happening, but how much we are learning and what is the preventive measures we are taking from that. So that is where our energy has to be focused in, and we have to educate our society to ensure that let us do it properly whenever we get the chance. So this is the message which I would like to give it to you. Sorry that I won't be able to stay long because Sure, I'm sir. traveling out abroad today. So anyway, thank you, Institution of Integrated Civil Engineers Council, for doing an excellent job
we have we are bold enough to take up a very important topic at a crucial time. And I also strongly believe that if we don't open up and talk when something goes wrong, then when we will do that? So let us understand that it is not to hurt anyone or to point out fingers at anyone. It is to understand the fact which the engineering community should learn. And also, if you see that the number of civil engineers every year is coming down, so the recognition for engineers also has to come in. We are responsible for the life of the people. So Anil Kumar sir was pointing out a very important aspect, to have a structural inspectorate. The safety inspectorate has to be the first step. So we have to ensure that that comes in. So we have to work as a team to ensure that not only on a collapse situation or a failure situation, but it has to be a continuous process where we build a society which is safe for the future. Thank you for the opportunity, for being part. And I'm very sorry that I'm not able to wait till the end of this session. And thank you, Balan sir and Anil Kumar sir, being part of this discussion. Let us all learn from this and be a better educated engineer. And it is very difficult to be a perfect engineer, and that's the beauty of our engineering, which we are learning. And so much of uncertainties makes our profession so challenging. Let us make sure that we are working together and correct whatever can be done in the process. Thank you very much for the opportunity. Thank you so much. Thank you so much, Anil Joseph sir. Thank We you. will be in touch with you. Thank you. Thank you, sir. And we will continue the session. And Shinod, sir, can you just brief? It was a very common question, how we will decide upon whether we have to go on with a viaduct or a flyover or an embankment type of construction at a particular locality. ഇപ്പോൾ ഞാനൊരു ടേം ഈ ഡിസ്കഷനിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വനിഷ് സാറാണ് ആ ടേം പറഞ്ഞത്, ലോക്കൽ ഷിയർ ഫെയിലിയർ. അതാണ് നമുക്ക് സൈറ്റ് കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് നമുക്ക് മനസ്സിൽ വരുന്ന ഐസൊലേറ്റഡ് ഷൂട്ടിങ്. ഇത് ഷൂട്ടിങ് ഐസൊലേറ്റഡ് ആണ്, ഡീ ഫൗണ്ടേഷൻ അല്ല അവിടെ ചെയ്തത്, ഐസൊലേറ്റഡ് ഷൂട്ടിംഗ് ആണ്. ഐസൊലേറ്റഡ് ഷൂട്ടിങ്ങിന്റെ ലോക്കൽ ഷിയർ ഫെയിലിയറിന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ആ ഫെയിലിയർ. കാരണം അതിന്റെ തൊട്ട് പിന്നിൽ ഒരു 4 മീറ്റർ ഹൈറ്റിൽ മണ്ണ് ബൾജ് ചെയ്തിട്ടുണ്ട്. കൊളാപ്സ് ആയിട്ടില്ല. കൊളാപ്സ് ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് ജനറൽ ഷിയർ ഫെയിലിയർ എന്ന് പറയാൻ പറ്റില്ല. കൊളാപ്സ് ആയിട്ടില്ല, ജസ്റ്റ് ബൾജ്. അതായത് ലാറ്ററൽ മൂവ്മെന്റ്, സാർ പറഞ്ഞ പോലെ ബാലൻസ് ലാറ്ററൽ മൂവ്മെന്റ് തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത്. ലാറ്ററൽ മൂവ്മെന്റ് ഓഫ് സോയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു വയഡക്ട് അല്ലെങ്കിൽ ഇതേപോലെ എംബാങ്ക്മെന്റ് ഒക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ടോട്ടൽ പ്രൊജക്ട് കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഇപ്പൊ നമ്മൾ അവിടെ ചെയ്തിരിക്കുന്നതിന്റെ 10 ടൈംസ് എബോ ആയിരിക്കും അവിടെ ഒരു വയഡക്ടിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ചെയ്തിരിക്കുന്ന അവിടുത്തെ ഒരു ഡിസൈൻ പറയുന്നത് സോയിൽ എംബാങ്ക്മെന്റ്, അതായത് ഒരു പാറ്റേൺ ബ്ലോക്ക് വെച്ചിട്ട് സോയിൽ റീൻഫോഴ്സ്ഡ് എർത്ത് വെച്ചിട്ട് സോയിലിനെ എംബാക്ക് ചെയ്തത്. ആ ഡിസൈനിന്റെ ഒരു 10 ടൈം കോസ്റ്റിലേക്ക് വരും ഒരു വയഡക്ട് ഡിസൈൻ. അത് മാത്രമല്ല, വയഡക്ട് ആകുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതിന്റെ 2 സൈഡും സത്യത്തിൽ നമ്മൾ സൈറ്റ് വിസിറ്റ് ചെയ്താൽ നമുക്ക് ഫെമിലിയർ ആയ ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ 2 സൈഡും വാട്ടർ ലോഗ്ഡ് ഏരിയ ആണ്, 2ഉം പാഡി ഫീൽഡ് ആണ്. പക്ഷെ ഇപ്പൊ കൃഷികളൊന്നും നടക്കണില്ല, ചില ഭാഗങ്ങളിലൊക്കെ വീടുകളുണ്ട് എന്ന് മാത്രമേ. പക്ഷെ 2 ഭാഗവും പാഡി ഫീൽഡാണ്. ഇതിന് മുന്നുള്ള സ്റ്റേറ്റ് ഹൈവേയില് ഏകദേശം ഓർമ്മ ശരിയാണ് 5 കൂടുതൽ അല്ലെങ്കിൽ 3 കൂടുതൽ കണക്ഷൻസ് ഈ 2 പാഡി ഫീൽഡായിട്ടുണ്ടായിരുന്നു. ഈ കണക്ഷൻസ് ഒന്നും ഇപ്പൊ വന്ന ഹൈവേ പ്രൊജക്റ്റിലില്ല. സെൻട്രലിൽ ഒറ്റ കണക്ഷൻസ് മാത്രമേ ഉള്ളൂ. അതായത് 2 പാഡി ഫീൽഡായിട്ട് 5 കൂടുതൽ കണക്ഷൻസ് ഇതിന് മുന്നുള്ള സ്റ്റേറ്റ് ഹൈവേയിൽ ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ മിനി ബ്രിഡ്ജസ്, ബ്രിഡ്ജ് എന്ന് പറയാൻ കഴിയില്ല, നമുക്കതിനൊരു റിവർട്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു 3 or more കൾവർട്ട്, 5 നമ്പേഴ്സ് പ്രതീക്ഷയുണ്ട്, കൾവർട്ട് ഉണ്ട്. ഇപ്പോ അവരുടെ സെൻട്രലിന്റെ ഒരൊറ്റ കണക്ഷൻസ് മാത്രമേ. അപ്പോ അങ്ങനെ ഒരു ഫൗണ്ടേഷൻ ഫെയിലിയറിനാണ് ആ സെൻട്രലോയുടെ ഏരിയയിൽ വന്നൊരു ഫൗണ്ടേഷൻ ഫെയിലിയർ ആണ് ഇവിടെ സംഭവിച്ചത്. അതിന്റെ ഇട്ടലും കുറെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സാറാണ് പറഞ്ഞ ഈ ടൈം നമുക്ക് എഞ്ചിനീയറിംഗ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ പറയുകയാണെങ്കിൽ ടൈപ്പ് ഓഫ് ലോക്കൽ ഷിയർ ഫെയിലിയർ, ലാറ്ററൽ മൂവ്മെന്റ് ആണ് വന്നത്. അല്ലാതെ നമ്മൾ ബിൽഡിങ് ഒരിക്കലും ഒരു പഞ്ചിങ് ഷിയർ പോലെ താഴേക്ക് ഇരിക്കുകയല്ല ചെയ്ത്. അങ്ങനെയാണെങ്കിൽ ബൾജിങ് ഒരിക്കലും അവിടെ വരില്ല. താഴേക്കാണ്ട് ഇരുന്ന് പോവുകയാണെങ്കിൽ ബൾജിങ്, അതായത് ലാറ്ററൽ മൂവ്മെന്റ് ലോക്കൽ ഷിയർ ഫെയിലിയർ വരുമ്പോഴാണ് ഈ ബൾജിങ് വരിക സോയിലിന്റെ. ഇതിന് കൊളാപ്സ് ആയിട്ട് ഫൗണ്ടേഷൻ പുറത്തേക്ക് വരികയാണെങ്കിൽ അതിന് ജനറൽ ഷിയർ ഫെയിലിയർ എന്ന് പറയാം. പഞ്ചിങ് ഷിയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേപ്പറിൽ നമ്മളൊരു പെണ്ണ് തുളച്ചു പോണ പോലെ അതൊരു എഫക്റ്റ് ആണ്. അതായത് SVC ഇല്ലെങ്കിൽ ആ ടോട്ടൽ സ്ട്രക്ചർ മണ്ണിലേക്ക് ഇരുന്ന് പോവുക, അല്ലെങ്കിൽ സോയിൽ പൈപ്പിംഗ് പ്രകാരം ഒരു കാവിറ്റി അടിയിൽ വരിക, അല്ലെങ്കിൽ
ഒരു സേഫ് ബിയറിംഗ് കപ്പാസിറ്റി കാരണം സോയിലിന്റെ തിക്നസ് വളരെ കുറവായിട്ട് അതിന്റെ അടിയിലൊരു ലോ ബിയറിംഗ് കപ്പാസിറ്റി സോയിൽ വരെയൊക്കെ ആണെങ്കിലാണ് ഈ പഞ്ചിങ് ഷിയർ താഴ്ന്നു പോകുന്ന ഒരു വരും. ഇത് താഴ്ന്നു പോകുന്ന ഒരിക്കലും പറയാൻ കഴിയാത്തത് എന്തുകൊണ്ടാ വെച്ചാൽ ഈ ബൾജ് വന്നുകൊണ്ടാണ്. അതായത് എത്രത്തോളം അതിന്റെ അടിയിൽ ഡിസ്പ്ലേസ് ചെയ്യുന്ന അത്രയും ഏകദേശം 4 മീറ്റർ ആണ് ഈ സോയില് സൈഡിൽ പൊങ്ങിയിട്ടുള്ളത്. അത് നമ്മൾ ആദ്യം ഫസ്റ്റ് കാണുന്ന ഒരാൾ വിചാരിക്കും അതൊരു ഗ്രൗണ്ട്, അതായത് അവിടെ ഇപ്പോൾ ഒരു എക്സിസ്റ്റിംഗ്, അതായത് പണ്ട് ഉണ്ടാകുന്ന ഒരു സ്ട്രക്ചർ ആണെന്ന് ഫീൽ ചെയ്യുന്നു. കാരണം അതിന്റെ മുകളിലുള്ള അതിന്റെ പുല്ലാതിന്റെ ഒരു അതിലേക്ക് മാറ്റം വന്നിട്ടില്ല, ജസ്റ്റ് അത് ബൾജായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ ഷിയർ ഫെയിലിയർ എന്ന് പറയുന്നത്. കാരണം ബൾജായിട്ട് അതിന്റെ ഫൗണ്ടേഷൻ പുറത്തേക്ക് വന്ന് കൊളാപ്സ് എഫക്റ്റിലേക്ക് വരികയാണെങ്കിൽ നമ്മളതിനെ ടേം ജനറൽ ഷിയർ ഫെയിലിയർ നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റും. അത് ലോക്കൽ ഷിയർ ഫെയിലിയറിന്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ആ ഫെയിലിയർ. അപ്പൊ അതില് ഇനി വയഡക്ട് ഇനി അടുത്ത കൺസൾട്ടൻസ് റിസ്ക് എടുക്കാനുള്ള സാധ്യത ഇല്ല. അവരൊരു വയഡക്ട് ആയിരിക്കാം ചെയ്യുന്നത്. കാരണം ഇതിന് തൊട്ട് കുറച്ചുണ്ട്. വളാഞ്ചേരി പറഞ്ഞ സ്ഥലത്ത് കേരളത്തിൽ തന്നെ ഏറ്റവും നീളം കൂടിയ ഉയരം കൂടിയ വയർഡക്ട് ഓൾറെഡി വർക്ക് കഴിഞ്ഞ ആഴ്ച നമുക്ക് ഓപ്പൺ ആക്കി കൊടുത്തു. സെയിം കമ്പനി തന്നെയാണ് അതും ചെയ്തത്. അപ്പോ വയഡക്ട് ഇവിടെ ഏകദേശം ഒരു 2 ഇതിനായിട്ട് നിൽക്കുമ്പോൾ ഏകദേശം ഇപ്പോൾ ഉള്ള പാഡിംഗ് ഫീൽഡിന് ഏകദേശം 16 മീറ്റർ ഹൈറ്റിലാണ് ഹൈവേ പോകുന്നത്. അതായത് 4 മീറ്റർ ഹൈറ്റ് 5 മീറ്റർ ഹൈറ്റ് നമ്മുടെ സർവീസ് റോഡുണ്ട്, അതിൽ നിന്നും ഹൈറ്റിലാണ് ഹൈവേ പോകുന്നത്. അപ്പൊ അത്രയും എംപാക്ട്മെന്റ് നമ്മൾ സോയിൽ ഫില്ലിങ്ങിൽ സോയിൽ റീഎൻഫോഴ്സ്മെന്റ് മെത്തേഡ് വെച്ച് ചെയ്തിട്ടുണ്ട്. കാലം സാറും അൻസാറൊക്കെ പറഞ്ഞ പോലെ അതിൽ ആ പാറ്റേൺ ബ്ലോക്ക് ഇത്ര കാലം നിൽക്കുമോ എന്നുള്ള പല ചോദ്യങ്ങളും പല ഭാഗത്തുനിന്ന് വന്നിരുന്നു. അപ്പൊ അത് ഈ ഡിസ്കഷനിലൂടെ അത് എല്ലാവർക്കും മനസ്സിലായി. പാറ്റേൺ ബ്ലോക്കിലേക്ക് യാതൊരുവിധ സോയിലിന്റെ ഫോഴ്സും വരില്ല. പാറ്റേൺ ബ്ലോക്ക് ഫുൾ എടുത്തു കഴിഞ്ഞാലും പോലും ആ സോയിൽ അവിടെ നിൽക്കും. പാറ്റേൺ ബ്ലോക്കിന്റെ ഫംഗ്ഷൻ സാറ് പറഞ്ഞ പോലെ സോയിൽ ഇറോഷൻ തടയാൻ മാത്രമേ പാറ്റേൺ ബ്ലോക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 feet പ്രകാരം നമുക്ക് ഗ്രാവൽ മിക്സ് ഉണ്ട്. അതായത് പാറ്റേൺ ബ്ലോക്ക് കഴിഞ്ഞ് ഗ്രാവൽ ഡെപ്പോസിറ്റ് ഉണ്ട്. അപ്പൊ അതിലൂടെ സോയിൽ ഇറോഷൻ തടയാന്ന് മാത്രമേ പാറ്റേൺ ബ്ലോക്കിന് ഒരു ഫംഗ്ഷൻ ഉള്ളൂ. ഒരിക്കലും ഇതിന്റെ ലോഡ് പാറ്റേൺ ബ്ലോക്കിലേക്ക് വരുന്നില്ല. അവിടെ ഉള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് യു ക്യാൻ ഗിവ് എ ബ്രീഫ് എക്സ്പ്ലനേഷൻ ആൻഡ് മോർ ഇൻസൈറ്റ് ഇൻ ടു ഇറ്റ്. വി നോ ദാറ്റ്. ആൻഡ് ബാലൻ സർ, how engineering best practices needs to be improved to prevent such failures in future, sir? അനിൽ ജോസഫ് നേരത്തെ ഒരു കേസ് പറഞ്ഞു. നമ്മൾ ഈ ഡിസ്കഷൻ നടത്തുന്നതിന്റെ ഒരു ടൈമിംഗ് യു ഓൾറെഡി മെൻഷൻ ഇൻ ദ വെരി ബിഗിനിങ്. നിങ്ങൾക്ക് ഒരു സക്സസ്ഫുൾ സ്ട്രക്ചറിൽ നിന്ന് അല്ലെങ്കിൽ പ്രോജക്റ്റിൽ നിന്ന് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഒന്നുമില്ല. ബിക്കോസ് യുവർ പ്രോജക്റ്റ് ഈസ് സക്സസ്, നത്തിങ് മോർ ടു സ്റ്റഡി. വെൻ ദർ ഇസ് എ ഫെയിലിയർ occur, there is a lot of things to study. Why the failure occurred? What are the remedial measures? You start thinking. You start using your knowledge. What you studied in your colleges, what is the experience, previous experiences you had. So this is what we are able to have from a failure. So when there is a failure occurs, never say that, never discuss the failure. Please keep everything secret. No one is going to gain. So as civil engineers, you share the experience, share the knowledge. So that is possible only when such failures occurs. Of course, that is costly one, but still, we have to discuss. So coming back, what is the probable solutions? Because we cannot say at this junction what are the probable solutions, because exact cause of the failure. Now, what we are discussing right now are all based on basic civil engineering concepts on a RE work. And based on that, these are the possibilities we are saying. Exact possibilities we have to find out. So you have to have a forensic survey or forensic study of the failure. Understand what are the reasons behind it. Then we can give solutions for it. So alone, once a failure is occurred and the height is 13 meters, so you go for viaduct. That is not the solution. This one itself we can do it because the center portion is sunk into the clay, and due to that there is a differential settlement. That is, the crack has been obtained or came up in the service road also. So where this differential settlement is occurred, that much portion you have to dismantle, and reconstruction possibilities you have to think of, because already so much soil has been dumped. Removing this soil and then going for viaduct is costly.
So we have to think as an engineer, as a civil engineer, we need a very strong structure. At the same time, it should be economically viable. See, if I go for a structure which is strong enough and it is costing 3 or 4 or 5 times more, then what is the use of a civil engineer? Any layman can do it. So a civil engineer should always design a structure which is strong enough, but at the same time economically viable. So in this particular site, all this construction is already done by the contractor. This money is from our public money. So what is the possibility? Removing all these things and go for a viaduct, new viaduct. So that is not the way of approach. As a civil engineering approach, this is my own feeling. It's not I'm generalizing. As far as I am concerned as a civil engineer who is practicing for the last 30 to 40 years, my feeling is that whenever I recommend a foundation, I will look into all these aspects. So only the least case where I have no other option, then only I will go for a costly foundation. I have come across with so many other reports. Even for a 2-story building, G+1, 28-meter pile has been recommended. There is a lot of other solutions, simple and cost-effective solutions. So for a 2-story building, 28-meter pile, if you recommend, I don't think he's a civil engineer, good civil engineer. That is simply applying the theory to the theory as into the practice. When you go to the practice side, you have to compromise from the theory side. Okay, so Compromising a civil engineer, how better he can do it, then only you become a good civil engineer. So here also the same thing. We have to identify the problems clearly. The studies are going on, and we are all speaking only from general subject viewpoint. So, for example, here, can we discuss the possible? See in the chat box. Can we discuss the possible remedial measures for the Curiate failure? Even though expert committees are interested in this, can we enlighten the expert committee? This is a question by one Mr. Raghu has put forward. See, at this junction, we cannot see anything. We are not more than, or we are not above the expert committee which is constituted by the government or the expert committee constituted by the NHAI. As far as we have experiences, but we are not competent enough at this junction to recommend this is the way you follow. That has to be put forward by the government or by the NHAI. Not the panel who are discussing on this. That is my viewpoint again, as I said. See, I can show you, if you see this is a cost-effective manner. This RE wall is so cost-effective when compared to conventional retaining wall. I have a graph which a study has been done by the father of this geosin that is called Koirner. Hello? yes, sir. Yeah. So if I can share some slides I have prepared, so that I think the general participants will get an idea. Yes, sir, but we are reaching to a time like 8:48. That is the only constraint. We will be really happy to listen to you. But at the same time, you have pointed out a very valid point, which is forensic engineering. And it's high time to think whether forensic engineering should be part of even engineering curriculum these times, because it will be very useful for young engineers to learn from already happened failures like this, and then connect with their theoretical knowledge as well. And to come to a conclusion of this particular panel discussion, and we will continue with question and answer session, of course. But before that, Anil Kumar sir, so do you think very serious thing which is a concern which needs to be addressed at this point of time while constructing these kind of national highway projects or any infrastructure project? What is your recommendation? What should be a key element to be discussed upfront rather than inviting any issues and discussing later, which needs to be addressed in the initial stage itself? ബാലൻ സാറ് പറഞ്ഞത് വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. നമ്മൾ സിവിൽ എഞ്ചിനീയേഴ്സ് വി ആർ സൊല്യൂഷൻ ഫൈൻഡേഴ്സ്. ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അവിടെ ഒരു സൊല്യൂഷനും ഉണ്ട്. ആ സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ എഞ്ചിനീയേഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി. ഇപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടായി, അവിടെ ഉടനെ ഒരു വയാഡക്റ്റ് എന്നുള്ള ഒരു രീതിയിലല്ല നമ്മൾ പോകേണ്ടത്. അവിടെ അല്ലാതെ തന്നെ ഈ പ്രോജക്റ്റ് നിൽക്കും 100%.
നമുക്കൊരു സോയിൽ പ്രൊഫൈൽ കണ്ടാൽ തന്നെ, ഒരു ബോർലോഗ് ഡീറ്റെയിൽ കണ്ടാൽ തന്നെ അത് വെർട്ടിക്കലി എത്ര സ്ട്രെസ് ആ ലോഡ് എടുക്കും, അതിന്റെ സബ്ഗ്രേഡ് റിയാക്ഷൻ എത്രയാണ്, സോ ലാറ്ററലി അത് കൺഫൈൻ ചെയ്താൽ ആ ലോഡ് നിൽക്കുമോ, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ. അതുപോലെ സോഫ്റ്റ് പോക്കറ്റ്സ് എവിടെയെങ്കിലും ഉണ്ടോ, ആ സോഫ്റ്റ് പോക്കറ്റ് വരെ നമ്മളെ സിഗ്നിഫിക്കൻ്റ് ഡെപ്ത് എത്തുമോ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റും. ഒരു വയഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ പബ്ലിക് മണിയാണ് അതിൻ്റെ അകത്ത് പോകുന്നത്. ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണം. തീരെ സ്ട്രെസ് ലെവൽ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്ത കേസാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വയഡക്റ്റിലേക്ക് തന്നെ പോകേണ്ടി വരും. പക്ഷേ അതിലേക്ക് ആവശ്യമുണ്ടോ എന്നുള്ള ഒരു സ്റ്റഡി ഇതിൻ്റെ അകത്ത് നമ്മൾ നടത്തേണ്ടി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞിട്ട് യാതൊരു അർത്ഥവും അതിൻ്റെ അകത്തില്ല. എന്തിനും സൊല്യൂഷനുണ്ട്. ഇപ്പൊ തന്നെ ഇതിൻ്റെ അകത്ത് ഒരു നല്ലൊരു 2-3 ബോർഹോൾ എടുത്ത് തന്നാൽ ഞാൻ തന്നെ ക്ലിയർ ആയിട്ട് പറയും. ഇതിൻ്റെ അകത്ത് സൈഡിൽ ലാറ്ററലി കൺഫൈൻ ചെയ്താൽ ഇത് എത്ര ലോഡ് എടുക്കും പറയാൻ പറ്റും. അങ്ങനത്തെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ ഉണ്ട് കേരളത്തിൽ ഇഷ്ടം പോലെ. ഇപ്പൊ ബാലൻ സാറ് ഈസ് വെരി എക്സ്പേർട്ട്. നേരത്തെ നമ്മൾ സംസാരിച്ച അനിൽ ജോസഫ് സാറ് ഈസ് വെരി എക്സ്പേർട്ട്. അങ്ങനെ ഒത്തിരി നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ ഇപ്പൊ ജിയോ ടെക്നിക്കൽ മാത്രമല്ല, നമുക്ക് സ്ട്രക്ചറലി ട്രാൻസ്പോർട്ടേഷൻ നല്ല എക്സ്പേർട്സ് ഉണ്ട്. പക്ഷെ എനിക്ക് ഗവൺമെന്റിനോടുള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, നമ്മുടെ മേജർ പ്രോജക്ട്സ് ഇപ്പോൾ സ്ട്രക്ചറൽ ഓഡിറ്റിംഗ് നമ്മളെ കേരളത്തിൽ നടക്കുന്നില്ല എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. കാരണം ഞാനിപ്പോൾ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം. നമ്മളിപ്പോൾ ഒരു മേജർ പ്രോജക്റ്റ് നമുക്ക് വന്നു, നമ്മൾ എവിടെയാണ് വെറ്റ് ചെയ്യാൻ കൊടുക്കുന്നത്? ഞാൻ ആരെയും ബ്ലെയിം ചെയ്യുന്നതല്ല കേട്ടോ, ഒരു കമ്മിറ്റി ഇരുന്ന് ബ്ലെയിം ചെയ്യുന്നതല്ല, ഞാൻ എൻ്റെ അഭിപ്രായം, ഞാൻ അനുഭവിച്ച അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഇപ്പം നമ്മൾ ഒത്തിരി പ്രോജക്ട്സ്, ഗവൺമെന്റ് പ്രോജക്ട്സ് വരുന്നു, നമ്മൾ വെറ്റ് ചെയ്യാനായിട്ട് എഞ്ചിനീയറിംഗ് കോളേജസിൽ കൊടുക്കുന്നു. അവിടെ എംടെക് പഠിക്കുന്ന പിള്ളേരാണ് വെറ്റ് ചെയ്ത് തരുന്നത്. വെറ്റ് ചെയ്തിട്ട് ഉടനെ കൺസേൺഡ് പ്രൊഫസർ അടുത്ത് പറയും സാറേ എല്ലാം ഓക്കെ. പക്ഷേ അവർക്ക് അതിൻ്റെ റിയൽ ആയിട്ടുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് അവർക്കില്ല. ആ പ്രാക്ടിക്കൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് കൂടെ കൊറിലേറ്റ് ചെയ്താൽ മാത്രമേ ഒരു സ്ട്രക്ചറിന്റെ, ഇപ്പൊ കൊൽക്കത്ത ഫ്ലൈ ഓവർ തകർന്നു വീണു, ഉള്ളി അതിൻ്റെ അകത്ത് ഫ്ലക്ഷണൽ റിജിഡിറ്റി അഡ്രസ് ചെയ്യാത്ത ഇത് ഗേഡേഴ്സ് വെച്ചതുകൊണ്ട് മാത്രമാണ് ആ സ്ട്രക്ചർ ഫെയിലർ ആയത്. അല്ലാതെ അത് നമ്മൾ ഒരു സോഫ്റ്റ്വെയർസ്, ഞാനും സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുന്ന ആളാണ്. സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുമ്പോൾ ഇതെല്ലാം ഓക്കെ എന്ന് പറഞ്ഞു വരും, സേഫ് എന്ന് പറഞ്ഞുകൊണ്ട് വരും. പക്ഷേ ഏതൊരു സ്ട്രക്ചർ എടുത്താലും അതിൻ്റെ അകത്ത് ലോക്കലായിട്ടുള്ള ഒരു ഫെയിലറും ഉണ്ട്, ഗ്ലോബൽ ആയിട്ടുള്ള ഫെയിലറും ഉണ്ട്. ലോക്കൽ ഫെയിലേഴ്സ് ആൻഡ് ഗ്ലോബൽ ഫെയിലേഴ്സ്. ബട്ട് എഞ്ചിനീയേഴ്സ് ആർ ലീസ്റ്റ് ബോതേർഡ് അബൌട്ട് ഗ്ലോബൽ ഫെയിലേഴ്സ്. ഈ കുരിയാട് സംഭവിച്ചത് അത് തന്നെയാണ്. നമ്മൾ സ്റ്റെബിലൈസ്ഡ് എർത്ത് വാള് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ആ എർത്ത് വാള് വളരെ സ്ട്രോങ് ആയിരിക്കും, സ്റ്റെബിലൈസ്ഡ് എർത്ത് വാള് സ്ട്രോങ് ആയിരിക്കും. അത് അതിൻ്റെ ലോക്കൽ ആസ്പെക്റ്റ് മാത്രമേ അവർ നോക്കുന്നുള്ളൂ. ഓവർ ടേണിങ്, സ്ലൈഡിങ് ഫെയിലുവർ, ഷിയർ ഫെയിലുവർ, ബെയറിംഗ് ഫെയിലുവർ, ഇതവർ നോക്കും. പക്ഷേ ഇതിൻ്റെ അകത്ത് സ്ലിപ്പ് ലൈൻസ് ഉണ്ട്, ബോട്ടത്തിൽ വരുന്ന സ്ലിപ്പ് ലൈൻസ് ഉണ്ട്. ഈ സ്ലിപ്പ് ലൈൻസ് ഗ്ലോബൽ ഫെയിലുവറിൽ വരുന്നതാണ്. ആ സ്ലിപ്പ് ലൈൻ എത്ര ഡെപ്ത് വരെ പോകും, ആ സ്ലിപ്പ് ലൈനിൽ ഏതെല്ലാം ടൈപ്പ് സോയിൽ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്താൽ മാത്രമേ അത് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പം നമ്മളിപ്പോൾ ഒരു മേജർ ഹൈവേ പ്രോജക്റ്റ് വന്നാലും ഇതിൽ ഏതൊക്കെ റീച്ചിലാണ് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉള്ളതെന്നുള്ളത് അവിടുത്തെ ലോക്കൽ ആളുകൾക്ക് തന്നെ അറിയാം. ആ ലോക്കൽ ആളുകളുടെ ഇത് വെച്ചിട്ട് നമ്മളൊരു സ്ട്രക്ചറൽ ഓഡിറ്റിംഗ് ടീം, നല്ല എക്സ്പേർട്ട് പാനൽസിനെ, ഇപ്പം ബാലൻ സാറിനെ പോലെയുള്ള നല്ല എക്സ്പേർട്ട് പാനൽസിനെ ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് സ്ട്രക്ചറൽ ഓഡിറ്റിംഗ് നടത്തിയാൽ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ആ DPR ന്ന് ഉടൻ കണ്ടെത്താൻ കഴിയും. അതിനെ നമുക്ക് അഡ്രസ്സ് ചെയ്ത് പോയാൽ ഇത്തരത്തിലുള്ള ഫെയിലുവേഴ്സ് നമുക്ക് തടയാൻ പറ്റുമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ഇത്തരം ഫെയിലുവേഴ്സ് പബ്ലിക്കിന്റെ അടുത്ത്, പബ്ലിക് നോക്കുമ്പോൾ ഇനി അവർക്കെല്ലാം ഈ ഹൈവേയിൽ യാത്ര ചെയ്യാൻ ഒരു പേടിയായിരിക്കും മഴ സമയത്ത്. And now itself we have a question in our chat box. Is it safe to travel through NH66? So there is a അത് question നമ്മൾ in our എൻ്റെ chat. അടുത്ത് ഒത്തിരി ആളുകൾ ചോദിച്ചു, സാറേ ഇത്രയും ഇങ്ങനെ ഈ പാനൽ ഇങ്ങനെ ഇത്രയും തിക്നെസ് കുറഞ്ഞ പാനൽസ് വെച്ച് ഇത്രയും ഹൈ എംബാങ്ക്മെന്റ്സ് ഉണ്ടാക്കിയാൽ സേഫ് ആവും? ഞാൻ പറഞ്ഞു സേഫ് ആവും, ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം അതിൽ ആ പാനൽസ് കൊടുക്കുന്നത് ഓൺലി ഫോർ പ്രിവെന്റിങ് എറോഷൻ, അതിന് സ്ട്രക്ചറൽ പർപ്പസ് ഇല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ റീഇൻഫോഴ്സ്ഡ് എർത്ത് വാൾ എന്ന് പറഞ്ഞാൽ എർത്താണ് അതിന്റെ റീറ്റൈനിങ് വാള്. രണ്ട് സൈഡിലും നമ്മൾ കൊടുക്കുന്ന എർത്താണ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ റീറ്റൈനിങ് വാള്. ഇപ്പോഴും ഈ കൂരിയാട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ആ ഇടത് സൈഡ് നമ്മൾ ഫെയിലിയർ ഉണ്ടായിട്ട് ആ സ്റ്റെബിലൈസ്ഡ് വാളിന് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. അതിന്റെ ഫേസിംഗ് പാനൽസ് മാത്രമാണ് താഴെ വീഴ്ന്നിട്ടുള്ളത്. സ്റ്റെബിലൈസ്ഡ് വാൾ അതുപോലെ തന്നെ നിൽപ്പുണ്ട്. അപ്പൊ അതിൽ ഒരു ഫെയിലിയറും ഉണ്ടായിട്ടില്ല. പക്ഷെ അത് പ്രോപ്പറായിട്ട് അതിൽ പോലും നമ്മൾ എക്സിക്യൂഷനിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. എക്സിക്യൂഷനിൽ
അതുപോലെ പ്രോപ്പർ പ്ലാനിങ്, പ്രോപ്പർ ഡിസൈനിങ്, ഇൻവെസ്റ്റിഗേഷൻ. അപ്പൊ ഇതിനൊക്കെ ഒരു എക്സ്പേർട്ട് കമ്മിറ്റി ഗവൺമെന്റിന്റെ ഇതിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരം മേജർ പ്രോജക്റ്റ് എങ്കിലും ഒരു സ്ട്രക്ചറൽ ഓഡിറ്റിംഗ് അതിൻ്റെ അകത്ത് നടത്തി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്തെടുക്കാനും അതിനുള്ള റെമഡിയൽ മെഷേഴ്സ് എടുക്കാനും നമുക്ക് പറ്റും. ഇപ്പൊ EPC വ്യവസ്ഥയിലാണ് ഈ ടെൻഡർ പോകുന്നത്. പല ആളുകളും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, സാറേ ഈ കോൺട്രാക്ടർ നമുക്ക് പിടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്, എന്തുകൊണ്ടില്ല. EPC വ്യവസ്ഥയ്ക്കകത്ത് അതിൻ്റെ അകത്ത് എല്ലാ വ്യവസ്ഥകളും ഉൾക്കൊള്ളിക്കുന്ന എഗ്രിമെന്റ് കണ്ടീഷനാണ്. ഞാൻ EPCക്ക് എഗ്രിമെന്റ് വയ്ക്കുന്ന ആളാണ്. EPCയിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവര് ഒരു വർക്ക് അവർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും എക്കണോമിക്കലായിട്ടുള്ള രീതിയിൽ മാത്രമേ അവർ ആ പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുള്ളൂ. കാരണം എങ്കിലേ അവർക്കത് എക്കണോമിക്കലാവുള്ളൂ. അപ്പൊ അവരതുകൊണ്ടാണ് ഇവിടെ ഒരു വയഡക്റ്റ് ചെയ്യാതെ അവർ ഈ പറയുന്ന രീതിയിൽ എംബാങ്ക്മെന്റ് ചെയ്ത് അവർ പോയത്. കാരണം അവരുടെ പ്രോഫിറ്റാണ് അവർ നോക്കുന്നത്, കമ്പനിയുടെ പ്രോഫിറ്റ്. പക്ഷെ ആ കമ്പനിയുടെ പ്രോഫിറ്റ് ഒരു സ്ട്രക്ചറൽ ഓഡിറ്റ് ടീം നോക്കിയിട്ട് ഇതവിടെ വയബിൾ അല്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു കാരണവശാലും അവർക്കത് ഇൻസിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ എഞ്ചിനീയേഴ്സിന്റെ ഒരു ഇതായിട്ട് തന്നെ ഗവൺമെന്റിൽ ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ട് ഒരു എക്സ്പേർട്ട് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ആ എക്സ്പേർട്ട് കമ്മിറ്റിയെ കൊണ്ട് മേജർ പ്രോജക്ട്സ് എങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു സ്ട്രക്ചറൽ ഓഡിറ്റിംഗ് ചെയ്താൽ, അത് ഹൈവേ പ്രോജക്ട്സ് മാത്രമല്ല, ഇവിടെ ബിൽഡിങ്ങിന്റെ പ്രോജക്ട്സും എല്ലാം വളരെയധികം പ്രശ്നമാണ്. ഇവിടെ വാട്ടർ സിമെന്റ് റേഷ്യോ എന്താണെന്ന് അറിയത്തില്ല, വാട്ട് ഈസ് ദ റിയോളജിക്കൽ ഫാക്ടേഴ്സ് ഓഫ് കോൺക്രീറ്റ് എന്ന് അറിയത്തില്ല. അതുപോലെ ഇപ്പം നമ്മൾ ഒത്തിരി ഹൈവേയിലൊക്കെ ഒരുപാട് ഗേർഡേഴ്സ് ചെയ്യുന്നുണ്ട്, പോസ്റ്റ് ടെൻഷനിങ്. എന്താണ് ബ്ലീഡ് വാട്ടർ എന്നുള്ള ആർക്കും അറിയത്തില്ല. ബംഗാളി ഇഷ്ടം പോലെ വെള്ളം ചേർത്തിട്ടാണ് അതിൻ്റെ അകത്ത് പ്രഷർ ഗ്രൗട്ടിങ് ചെയ്യുന്നത്. ഡക്റ്റിൻ്റെ അകത്ത് ഗ്രൗട്ട് ചെയ്യുന്നത് അതിലൊരു ഫണൽ ടെസ്റ്റ് ഉണ്ട്, ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അതിൽ ഫണൽ ടെസ്റ്റ് ഉണ്ട്. ഈ ഫണൽ ടെസ്റ്റിൽ കറക്റ്റായിട്ട് ഒഴിവാൻ വേണ്ടിയിട്ട് ബംഗാളി എന്ത് ചെയ്യും, അതിൻ്റെ അകത്ത് വെള്ളം എടുത്ത് ആഡ് ചെയ്യും. IS കോഡ് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് വാട്ടർ സിമെന്റ് റേഷ്യോ 0.4 മാത്രമേ ആവാവൂ. ഈ 0.4ൽ കൂടുതലായാൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ വാട്ടറിന്റെ സെപ്പറേഷൻ ഉണ്ടാവും. വാട്ടറിന്റെ സെപ്പറേഷൻ ഉണ്ടായാൽ ഈ കേബിളിന്റെ അകത്ത് കൊറോഷൻ ഉണ്ടാവും. ഹൈ ടെൻഷനിൽ നിരത്തിരിക്കുന്ന ഈ കേബിളിന്റെ കുറച്ച് 1-2 കേബിളുകൾ കൊറോഷനിൽ പോയാൽ മതി, പെട്ടെന്ന് ഒരു ഫെയിലിയർ അവിടെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മുടെ എഞ്ചിനീയേഴ്സ്, പുതിയ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സിനെ നമ്മൾ ബോധവൽക്കരിക്കാനും അതിൽ കൂടെ തന്നെ ഇതുപോലത്തെ മേജർ പ്രോജക്ട്സുകൾ സ്ട്രക്ചറൽ ഓഡിറ്റ് വളരെ കൃത്യമാക്കാനും ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇന്നത്തെ ഈ മീറ്റിംഗിന്റെ ഇതായിട്ട് തന്നെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് എൻ്റെ അഭിപ്രായം. And sir, do you think most of the major projects വരുമ്പോൾ സെൻട്രൽ മിനിസ്ട്രി ആയിക്കോട്ടെ, സ്റ്റേറ്റ് മിനിസ്ട്രി ആയിക്കോട്ടെ, മോസ്റ്റ് ഓഫ് ദ പ്രോജക്ട്സ് ആർ ഗെറ്റിംഗ് വെറ്റഡ് ഫ്രം ഗവൺമെന്റ് കോളേജസ്. അതാണ് മോസ്റ്റ് ട്രസ്റ്റ്വർത്തി ആയിട്ട് കാണുന്നത്. അത് മാത്രം കൊണ്ട് സഫീഷ്യന്റ് ആവില്ല എന്നാണ് സാറിന്റെ ഒരു ഒപ്പീനിയൻ ആയിട്ട് സാർ പറയുന്നത് അല്ലെ? ലൈക്ക് സ്ട്രക്ചറൽ ഓഡിറ്റിംഗ് ആൻഡ് എക്സ്പെർട്ട് കമ്മിറ്റി ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മളൊരു DPR ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പം ബാലൻസാറിനെയൊക്കെ പോലെയുള്ള ആളുകൾ അവർ ഫീൽഡിൽ നിന്ന് ഒത്തിരി എക്സ്പീരിയൻസ് അവരുടെ ലൈഫിൽ എടുത്തിട്ടുള്ള ആളുകളാണ്. നമ്മൾ ഇത് സ്ട്രക്ചറൽ വെറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒള്ളി ഒരു സോഫ്റ്റ്വെയർ കറക്റ്റ് ആണോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ പ്രകാരമാണോ ഇവർ വരച്ചിരിക്കുന്നത്, അതല്ല സ്ട്രക്ചറൽ വെറ്റിംഗ് എന്ന് പറയുന്നത്. സ്ട്രക്ചറൽ വെറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിൽ കൊടുത്തിരിക്കുന്ന ഓരോ കമ്പോണൻസും സ്ട്രക്ചറൽ ഡ്രോയിങ് പ്രോപ്പർ ആണോ, അതിലുള്ള ഓരോ കമ്പോണൻസിന്റെയും ഡെവലപ്മെന്റ് ലെങ്ത്, ബാക്കിയുള്ള കാര്യങ്ങൾ നിസ്സാര കാര്യങ്ങളായിരിക്കും. ഇതൊന്നും സോഫ്റ്റ്വെയർ പറയത്തില്ല. സോഫ്റ്റ്വെയറിന് അറിയത്തില്ല ഫ്ലക്ഷണൽ റിജിഡിറ്റി എന്താണെന്നുള്ള സോഫ്റ്റ്വെയർ പറയത്തില്ല. നമ്മൾ വരച്ചു കൊടുത്താലേ സോഫ്റ്റ്വെയറിന് അറിയാവൂ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ആ ഫീൽഡിൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി ഉണ്ടാക്കിയാൽ മാത്രമേ തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന എഫക്ട് കിട്ടുള്ളൂ. നമ്മളിപ്പോൾ കോളേജുകളിൽ നിയമപരമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ TS കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്ട്രക്ചറൽ ഓഡിറ്റ് ചെയ്യണം. സോ സ്ട്രക്ചറൽ ഓഡിറ്റ് ചെയ്യാൻ നമ്മൾ കോളേജുകളിൽ കൊടുക്കുന്നുണ്ട്. പക്ഷെ അവർ ഉള്ളി നമ്മൾ സോഫ്റ്റ്വെയർസ് നമ്മൾ ആ ഫയൽ ഔട്ട്പുട്ടാണ് അവർക്ക് കൊടുക്കുന്നത്. അത് പ്രകാരം പിള്ളേരെ നോക്കും, അത് പ്രകാരമാണോ കാര്യങ്ങളെല്ലാം ശരി എല്ലാം ഓക്കെ എന്ന് പറഞ്ഞ് ഒപ്പിട്ട് തരും, നമ്മളത് എക്സിക്യൂട്ട് ചെയ്യും. പക്ഷെ ആ ഒരു രീതിയിലല്ല സ്ട്രക്ചറൽ ഓഡിറ്റ് നടത്തേണ്ടത്. Yes sir, understood sir. Well appreciated comment it is. Balan sir, there is one question that is very common question too. നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റ് എലമെന്റ്, ക്ലൈമറ്റ് ഫാക്ടേഴ്സ് ആൻഡ് ടോപ്പോഗ്രഫിക്കൽ കണ്ടീഷൻ ഈ പെർട്ടിക്കുലർ എക്സിക്യൂഷൻ പ്രോജക്റ്റിൽ കൺസിഡർ ചെയ്തിട്ടുണ്ടാകുമോ? മിസ് ഔട്ട് ആയി പോയിട്ടുണ്ടാവോ?
Around some 10 years back on, there was a government committee for town planning. Area committee report to be implemented in Kerala or not. So we have a subcommittee by disaster management. I was one of the members, especially geotechnical side. So from the first meeting, do you know what I suggested to the committee? There is a structural committee member, subdivision. There is a geotechnical, and only these two, and town planning. The three teams are there. Then I suggested we should have a hydraulics subdivision also. The reason, the problem now Kerala faces is this short duration heavy rains. So floods are coming in. The floods are due to the drainage blockage. Natural drainages are blocked. So due to that, the floods are coming in Kerala. So we have to study that, and microsonation graphs has to be developed. This was my suggestion to that committee. But nothing has happened, and still it is going on. So as you mentioned, the climate change in Kerala and the structures, not this structure alone, every structure in Kerala is in critical position because of this short duration, heavy rains, and also the natural drains are being blocked. Ruthless construction. The government or the department, the town planning department or the municipalities are giving sanction to any building, whether it is on the natural drainage path or not, they are never look into. The building will collapse. Then compensation is going up. So these are political issues. I don't want to enter into such arguments. So in short, what I want to emphasize is that in Kerala, the drainage path, natural drainage paths, once you block it, it will give a blow to you, the entire society, not for the engineer who constructed, not for the engineer who designed. It is to the community that will give the kickback. Maybe that is also one reason, as earlier some of the members has mentioned, that previously the road has got around 4 or 5 culverts. Now on the new construction came, there is only one culvert. See, the reason which I am also mentioning the same thing. If you block the natural drainage system, it will give you a blow. Expect for it. That is all over India. It is the same situation. When we suggested all these things, and when this recommendation given at that time, the comment came is that so we, the government, as a government, will have sufficient time to implement it. Do you know what does it mean? That is, they have their own interest in real estate that they want to implement within that period of time by which this area committee report to be implemented or not. That is not implemented in Kerala, but still, the drainage is the main culprit as far as Kerala is concerned. People is very, very least bothered, I can see. So now you see all the riverside are encroached. Even in Trivandrum, you see the Karamana River, all the side of the Karamana River is encroaches. See now the unscientific drainage pattern in Trivandrum city, in Tambano. Earlier there was a flooding. See, if you go and see that the drainage system, തോടിലേക്ക് അങ്ങ് കൊടുത്താൽ മതി. അത് ചെയ്യാതെ മൂക്കി തൊടുന്നതിനെ തൊടുക എന്ന് പറയുന്ന സമ്പ്രദായം പോലെ എതിലെയൊക്കെയോ കുറെ ഡ്രെയിനേജ് കൊടുത്ത് കൊണ്ടുവന്ന പത്മനാഭസ്വാമി ടെമ്പിളിന്റെ അടുത്ത് കൊണ്ട് പണ്ട് പാത്രക്കുളം എന്ന് പറയും. അമ്പലത്തിന്റെ ഫ്രണ്ടിലുള്ള അമ്പലക്കുളം കഴിഞ്ഞാൽ അതിൽ നിന്ന് ഓവർഫ്ലോ ചെയ്ത പാത്രക്കുളത്തിൽ വരണം. പാത്രക്കുളത്തിൽ നിന്നാണ് അത് സബ്സിക്വന്റ് ഓവർഫ്ലോ ചെയ്യുക. രാജാവിന്റെ കാലത്ത് അതിബുദ്ധിയോടുകൂടി ഡിസൈൻ ചെയ്ത് വെച്ചിരുന്ന സാധനം. നമ്മുടെ ഇപ്പോഴത്തെ പുതിയ എഞ്ചിനീയേഴ്സ് ബുദ്ധിമാന്മാർ വന്നപ്പോഴത്തെ ഇതെല്ലാം അടച്ചു പൂട്ടി. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ റീസൺ. അത് ബേസിക് റീസൺ എന്താണെന്ന് മനസ്സിലാക്കുക. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ ഫണ്ടമെന്റൽ സിവിൽ എഞ്ചിനീയറിംഗ്. ഇപ്പൊ ഇവിടെ തന്നെ കമന്റ്സ് വന്നത് അതാണ്. ഫണ്ടമെന്റൽ സിവിൽ എഞ്ചിനീയറിംഗ് ആർക്കും അറിയില്ല. എല്ലാവരും വലിയ ഹൈഫൈ ആയിട്ട് ചിന്തിക്കുകയാണ്. അതാണ് നമ്മുടെ പ്രോബ്ലം. യു കം ആൻഡ് സ്റ്റാൻഡ് ഓൺ യുവർ ഗ്രൗണ്ട്. വാട്ട് ഈസ് എ ഗ്രൗണ്ട്? സിവിൽ എഞ്ചിനീയറിംഗ്.
അതിൻ്റെ ഫണ്ടമെന്റൽ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് സംസാരിക്കുക. യു ക്യാൻ ഫൈൻഡ് ഔട്ട് ഓൾ ദ ആൻസേഴ്സ്. അതിന് PhDയും വേണ്ട, MTechും വേണ്ട, ഒന്നും വേണ്ട. ബെസ്റ്റ് BTech is sufficient, or even a polytechnic diploma is sufficient, but your experience with the real life projects, that will count. Yes, sir. Yes, sir. That's a very important point, and very thank you, sir. And we are getting so many messages, so many requests in our chat box. Kind request, admin, please post our email ID, because നമുക്ക് ഒരു ടൈം ലിമിറ്റ് നമ്മൾ എപ്പോഴും എല്ലാ മീറ്റിങ്ങിലും ടൈം വളരെ പെർട്ടിക്കുലർ ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യാറുണ്ട്. സോ വാട്ട് എവർ ക്വസ്റ്റ്യൻസ് യു ഹാവ്, യു ക്യാൻ മെയിൽ അസ് and we will connect with our panelists. Relevant questions എല്ലാം തന്നെ നമ്മൾക്ക് പറ്റുന്നത്ര we will give you answers, and as suggested by somebody else, and Balan sir, we will have an exclusive session with you. Already K6 Ayambrus sir കാണിക്കാൻ പോകുന്നുണ്ടായിരുന്നു. ടൈം ലിമിറ്റ് കൊണ്ടാണ് അലോ ചെയ്യാൻ പറ്റാതിരുന്നത്. Sorry for that. And we are coming to the conclusion. There are a lot of questions even from ICC members. We have selected some questions, but due to time constraint നമ്മളത് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നില്ല. So it will be addressed in a later stage, and ഇന്ന് ജോയിൻ ചെയ്യാൻ പറ്റാതിരുന്ന eminent personalitiesum they will address us one day. And we are coming to the conclusion of our today's panel discussion. So ഇന്ന് പറഞ്ഞതിന്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് സമ്മറി ചെയ്യുകയാണെങ്കിൽ, even if it is a small construction or a big construction, let it be a building or an infrastructure, bridge, or any construction project, structural auditing is really important, and knowledge updation is important. And ഇപ്പോൾ ബാലൻ സാറും അനിൽ സാറും ഒക്കെ പറഞ്ഞ പോലെ, rather than focusing only on big formulas and calculations, and also purely depending on softwares, rather than that, just we will start from fundamentals. ഒരു കോമൺ മാനിന് തോന്നുന്ന ക്വസ്റ്റ്യൻ പോലും, അവർ പറഞ്ഞ കൺസേൺസ് പോലും, we engineers even, we were not listening to them. The authorities were not listening to them. So it is a very big wake-up call. If we engineers are not practicing ethically in a right way by updating our knowledge, and even ഇപ്പൊ ഇന്ന് തന്നെ നമ്മുടെ പാനലിസ്റ്റിൽ കണ്ട് ഇത്രയധികം എഞ്ചിനീയേഴ്സ് ഈവൻ ഇൻ കേരള we have, they are ready to share their experiences, knowledges. We will even, just after the meeting, chairman, please note, we will give a special recommendation to government to form a special body here in Kerala itself. Eminent people ഇത്രയും പേരുണ്ട്. അതിലെല്ലാം റിട്ടയർഡ് എഞ്ചിനീയേഴ്സിന് ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. എക്സ്പീരിയൻസ് എഞ്ചിനീയേഴ്സ് ആർ ഹിയർ ഇൻ ഇറ്റ്സെൽഫ് ഇൻ കേരള. ലെറ്റ് ദം ഓൾ കം ടുഗെദർ. We will formulate a panel wherein whenever there is a construction happening, when there is a failure happening, or there is some big issue to be discussed, നമ്മുടെ പാനലിസ്റ്റിൽ ഉള്ളവർ ഉൾപ്പെടെ എക്സ്പേർട്സ് ആയിട്ടുള്ളവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എഞ്ചിനീയറിംഗ് വിങ് തന്നെ, ഒരു എഞ്ചിനീയറിംഗ് എക്സ്പേർട്ട് വിങ് തന്നെ, സ്ട്രക്ചറൽ ഓഡിറ്റിംഗ് പോലെ, ഈവൻ ജിയോ ടെക്നിക്കൽ ഇൻവെസ്റ്റിഗേഷന്റെ റെലവൻസ് പോയിന്റ് ഔട്ട് ചെയ്യും. EPC കോൺട്രാക്ടിംഗ് ആയിക്കോട്ടെ, എനി കോൺട്രാക്ടിംഗ് സ്ട്രക്ചർ ആയിക്കോട്ടെ, മേജർ എലമെന്റ്സ് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് ഈവൻ ആഫ്റ്റർ വെറ്റിംഗ് നമ്മൾക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോറം നമുക്ക് ഇറ്റ്സ് എ മസ്റ്റ്. And we should speak out, and I think ICC can play a very major role, and we have the support from all these people, all the participants here. Thank you so much for finding time. Thank you so much for considering this as a very relevant topic to be discussed. We were having a lot of എന്താ പറയുക, ഇത് ഇന്ന് നടത്തരുത് എന്നുള്ള ഇഷ്യൂസ് കൺഫേം ചെയ്യുന്ന രീതിയിൽ തന്നെ ഒരുപാട് കോൾസും ഒരുപാട് പ്രോബ്ലംസും നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് വി സ്റ്റുഡ് ഫോർ ഇറ്റ്. വി വിൽ ഡിസ്കസ് എന്താ സംഭവിക്കുന്നതെന്ന് നോക്കട്ടെ എന്നുള്ളതായിരുന്നു. ആൻഡ് വി വിൽ കണ്ടിന്യൂ ദിസ്. Not only this, there are major other engineering issues are on way. Even small leakages ആയിക്കോട്ടെ, major building collapses ആയിക്കോട്ടെ, we will continue discussing on engineering failures like this. We will get together and stay connected with us, and stay connected with all the seniors in the industry. Young engineers, please keep on updating. Please keep on knowledge updating every day, and let us all meet on another technical talk like this. Thank you all for listening. Thank you. Special thanks to Anil Joseph sir, although he left a bit early. Balan sir and Anil Kumar sir, from bottom of my heart, special thanks to you, and over to you, Shinod sir, to address further. Okay, thank you, Divya ma'am. Integrated Civil Engineers Council ICC ഇന്ന് സംഘടിപ്പിച്ച എക്സ്പെർട്ട് പാനൽ ഡിസ്കഷൻ നോളജ് ഷെയറിങ്ങിനും നോളജ് അപ്ഡേഷനും വേണ്ടി മാത്രം ഫോം ചെയ്തതാണ് ICC, ഇന്റഗ്രേറ്റഡ് സിവിൽ എഞ്ചിനീയേഴ്സ് കൗൺസിൽ എന്ന് പറയുന്നത്. ICCയുടെ ഒരു ക്യാപ്ഷൻ എന്ന് പറയുന്നതിന് ലൈഫ് ലോങ് ലേണിംഗ് ആണ്.
അതായത് നമുക്കറിയാം ഇവിടെ ഡിസ്കഷൻ ചെയ്തതിൽ നിങ്ങൾക്കെല്ലാം സിവിൽ എഞ്ചിനീയറിംഗിന്റെ ഫണ്ടമെന്റ്സിനെ കുറിച്ച്, ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അച്ചീവ് ചെയ്തു. നമുക്കറിയാം 7:30 സ്റ്റാർട്ട് ചെയ്ത ഈ സെഷൻ എത്ര സ്പീഡിലാണ് നമുക്ക് ആ ടൈം, അതായത് ക്വാളിറ്റി ടൈമിംഗ് എന്ന് പറയും, നമുക്ക് ടൈം പോയതേ അറിഞ്ഞില്ല. ഏതായാലും ഞാൻ കൂടുതലായൊന്നും പറയുന്നില്ല. എന്റെ സെഷൻ റോട്ട് ഓഫ് താങ്ക്സ് ആണ്. ആദ്യമായി ഇന്നത്തെ ഈ സെഷനിൽ നമുക്ക് വേണ്ടി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് വളരെ എക്സ്പേർട്ടായ വളരെ എക്സ്പേർട്ടായ ജിയോടെക്നിക്കൽ കൺസൾട്ടന്റ് ഡോക്ടർ ബാലൻ സാർ പോയിന്റ് ഔട്ട് കൃത്യമായി അണ്ടർലൈൻ ചെയ്ത് നമ്മളടുത്ത് പറഞ്ഞു, ഒരു ഫെയിലിയറിൽ നിന്നുമാണ് നമുക്ക് ഒരുപാട് പഠിക്കാനുള്ളത്, ഒരു സക്സസിൽ നിന്നല്ല. ഇപ്പൊ നമുക്കൊരു NH ഒരുപാട് ഒരു ഫെയിലിയർ സംഭവിച്ചു. അത് കാരണമാണല്ലോ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഇവന്റ് നമ്മൾ സംഘടിപ്പിച്ചത്. തീർച്ചയായിട്ടും അത് അതുപോലെ തന്നെ ബാലൻ സാർ പോയിന്റ് ഔട്ട് ചെയ്ത് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ. കാരണം ഒന്നും നമുക്കറിയാം, എക്സ്പേർട്ടായ ആളുകൾ നമ്മുടെ മുന്നിലൂടെ സഞ്ചരിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവരുടെ ബാക്കിൽ നിൽക്കാൻ പറ്റും, ഒരുപാട് പഠിക്കാൻ പറ്റും. അതിനുള്ള ഒരു മനസ്സ് മാത്രം നമ്മൾ കൊടുത്താൽ മതി. അത്രയും ഹൈ കാലിബറും എക്സ്പേർട്ടായ ആളുകളുമാണ് ICCന്റെ പ്ലാറ്റ്ഫോമിലുള്ളത്. ബാലൻ സാറോട് വളരെ റെസ്പെക്റ്റോടുകൂടി പറയുവാനുള്ളത്, നിങ്ങളുടെ ഒരു ഇൻഡിവിജ്വൽ സെഷൻ ഞങ്ങൾക്ക് തരണം എന്ന് വളരെ ഹംബ്ലി റിക്വസ്റ്റ് ചെയ്യട്ടോ ടു ICCക്ക് വേണ്ടി ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ഹൃദയത്തിന്റെ ഭാഷയിൽ ICCക്ക് വേണ്ടി ബാലൻ സാറെ അഭിനന്ദിക്കുന്നതോടൊപ്പം 1000 നന്ദി അറിയിക്കുകയാണ് സാർ. ഓക്കെ, താങ്ക് യു ബാലൻ സാർ. അതുപോലെ തന്നെ ഡോക്ടർ അനിൽ ജോസഫ് സാർ, അദ്ദേഹത്തിന് ഒരു അബ്രോഡ് ട്രാവലിംഗ് ഉള്ളത് കൊണ്ട് ടൈം നേരത്തെ ഇൻഫോം ചെയ്തിരുന്നു. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് അദ്ദേഹം ഈ ഒരു എക്സ്പെർട്ട് പാനൽ ഡിസ്കഷന് വേണ്ടി അദ്ദേഹം പ്രസന്റ് ചെയ്തത്. വളരെ ഹൃദയത്തിന്റെ ഭാഷയിൽ 1000 അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ചീഫ് എഞ്ചിനീയർ അനിൽകുമാർ സാർ, പറയാതിരിക്കാൻ നിർവാഹമില്ല. ഈ മാസം 10-ാം തീയതി ട്രിവാൻഡ്രത്ത് വെച്ച് നടന്ന സെമിനാറിലെ 1.5 മണിക്കൂറാണ് സാറ്, എത്ര കേസ് സ്റ്റഡികൾ എടുത്തിട്ടാണ് സാറ് ഞങ്ങളെ മുന്നിൽ ഇരുന്ന് പ്രസന്റ് ചെയ്തത്. 1.5 മണിക്കൂർ 15 മിനിറ്റ് പോലും പോയ ഒരു ഫീല് ആർക്കും ഉണ്ടായില്ല. സാറ് പറഞ്ഞു, ഇതെന്റെ ഒരു പാഷനാണ്, ഞാൻ നിർത്തില്ല, നിങ്ങളുടെ ടൈം ആകുമ്പോൾ നിങ്ങൾ പറഞ്ഞോ, ഞാൻ സ്റ്റോപ്പ് ചെയ്യാന്ന്. എത്ര ഒരുപാട് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിലാണ് സാറ് പറഞ്ഞത്. സാറ് ചീഫ് എഞ്ചിനീയർ അനിൽകുമാർ സാർ പോയിന്റ് ഔട്ട് ദ സ്ട്രക്ചറൽ ഓഡിറ്റിംഗ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ. വളരെയധികം അത് ആ ഒരു സ്ട്രക്ചറൽ ഓഡിറ്റിങ്ങിന്റെ ഒരു കുറവ് നമ്മൾ പല ഗവൺമെന്റ് സെക്ടറുകളെയും ബാധിക്കുന്നുണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ അനിൽകുമാർ സാറോടും റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, നിങ്ങളുടെ ഇൻഡിവിജ്വൽ സെക്ഷൻ വീണ്ടും ICCക്ക് വേണം. ICC നോളജ് അപ്ഡേഷനും നോളജ് ഷെയറിങ്ങിനും മാത്രമാണ് നിലകൊള്ളുന്നത്. തീർച്ചയായിട്ടും യു ആർ ദ ലീഡേഴ്സ്, നിങ്ങളൊക്കെ തന്നെയാണ് ഞങ്ങളുടെ മുന്നിൽ നിൽക്കേണ്ട ആളുകൾ എന്ന് പറയുകയാണ്. ഹൃദയത്തിന്റെ ഭാഷയിൽ 1000 അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്, നന്ദി 1000 അറിയിപ്പിക്കുകയാണ് നിങ്ങളുടെ സമയം സ്പെൻഡ് ചെയ്തതിന്. അതുപോലെ തന്നെ ICCയുടെ സ്റ്റേറ്റ് ചെയർമാൻ സ്ട്രക്ചറൽ എഞ്ചിനീയർ ഷിനോസ് സാർ, അതുപോലെ തന്നെ സ്റ്റേറ്റ് കൺവീനർ റഹീസ് സാർ, സ്ട്രക്ചറൽ എഞ്ചിനീയർ റഹീസ് സാർ, ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. അതിലെല്ലാം ഉപരി ഈ ഒരു പ്രോഗ്രാമിന് മോഡറേറ്ററായി ഇതുവരെ ICCക്ക് വേണ്ടി ഇവിടെ ഇരുന്ന സ്ട്രക്ചറൽ എഞ്ചിനീയർ ദിവാകർ മാമിനെ, ദർ ഈസ് നോ വേർഡ്സ്, അഭിനന്ദനങ്ങൾ പറയുന്നില്ല, അഭിനന്ദനങ്ങൾ പറഞ്ഞാൽ മതിയാവില്ല. ഈ ഒരു ഇവന്റിന് വേണ്ടി ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് ഒരുപാട് എഫർട്ട് എടുത്ത ദിവാകർ മാമിന് ഒരുപാട് അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുകയാണ്. അതുപോലെ നമ്മൾ ഈ ഒരു സെക്ഷനിലെ ഈ എക്സ്പേർട്ട് പാനൽ ഡിസ്കഷനിൽ ഏകദേശം 240-ലധികം സിവിൽ എഞ്ചിനീയേഴ്സ് ഇവിടെ പങ്കെടുത്തു. തീർച്ചയായിട്ടും നിങ്ങളുടെ വാല്യുബിൾ സമയം നോളജ് അപ്ഡേഷന് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്തതിനെ ICCയുടെ പേരിൽ 1000 നന്ദിയും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഇനിയും ഇത്തരത്തിലുള്ള സെക്ഷനുകൾ നമ്മൾ ICC കണ്ടക്ട് ചെയ്യും. വീണ്ടും നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സെക്ഷനുകൾ കണ്ടക്ട് ചെയ്യും എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഇന്നത്തെ ഈ സെക്ഷനിൽ പാർട്ടിസിപ്പേഷൻ ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് I conclude my words. Thank you for your time. Thank you very much. Thank you all. We are winding up.